രുചിക്കൂട്ട്. രുചിക്കൂട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാരറ്റിന്റെ ഗുണഗണങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടില്ല. ബീറ്റ കാരോട്ടിൻ ധാരാളമായിട്ടുള്ള ഒന്നാണ് ക്യാരറ്റ്. അതായത് വൈറ്റമിൻ എ അതിൽ നിന്ന് ധാരാളമായിട്ട് ലഭിക്കും. കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ് വൈറ്റമിൻ എ. ക്യാരറ്റ് ഉപയോഗിച്ച് എന്തുണ്ടാക്കിയാലും അതിന് കാണാൻ നല്ല ഭംഗിയാണ്. അതാണ് അതിന്റെ ഒരു നല്ല പ്രത്യേകത. അതായത് ഭംഗിയും രുചിയും മണവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നും. സിമ്പിൾ ആയിട്ടൊരു സലാഡ് പറഞ്ഞുതരാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് തേനും നാരങ്ങാനീരും അല്പം ഉപ്പും അതും കൂടി ചേർത്ത് ഇളക്കിയ ഒരു മിശ്രിതത്തിലേക്ക് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടല വറുത്തതിടാം. കടലയ്ക്ക് പകരം നമുക്ക് കാഷ്യൂനട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സാലഡായി. ഇത് അങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബിരിയാണി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയും കഴിക്കാം. ചപ്പാത്തിക്ക് വേണമെങ്കിലും ഒരു കറിക്കും ഒപ്പം ഇങ്ങനെ ഒരു സാലഡും കൂടി കഴിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭക്ഷണം നമ്മളൊരു ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും. ഇനി ഇതും കൊണ്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അത്ര തന്നെ അളവിൽ പാലും എടുക്കുക. ക്യാരറ്റ് ആദ്യം ഒരു സ്പൂൺ നെയ്യിലൊന്ന് സോട്ട് ചെയ്താൽ അതിന്റെ പച്ചമണം മാറിയ കുറച്ച് നല്ല രുചിയായിട്ട് തോന്നും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നേരെ പാലിലിടുകയും ആവാം, ഒരു കുഴപ്പവുമില്ല. അപ്പോ ഇത് പാലും ക്യാരറ്റും തമ്മിൽ യോജിപ്പിച്ച് പാല് വറ്റുന്നവരെ വേവിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് മധുരം ചേർക്കണം. മധുരം വെന്ത് കഴിഞ്ഞതിന് ശേഷം ചേർക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് വേവില്ല. മധുരം മുന്നിൽ നിൽക്കുന്ന ഒരു പരുവം അതാണ് വേണ്ടത്. ഹൽവയല്ലേ, അതുകൊണ്ട് ഒരു 1/3 കുറയാത്ത പഞ്ചസാര ഇടാം. നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്കും സ്വീറ്റ്നെസ്സിലേക്ക് പോകും എന്നുള്ളതേ ഉള്ളൂ. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഒരു പകുതി പരുവമാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും ചേർക്കുക. പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തില് വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്ക ചേർക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും വറുത്തത് ചേർക്കാവുന്നതാണ്. പാലിന്റെ അളവ് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ പാൽ വെച്ചുണ്ടാക്കുന്ന ഖോവ അല്ലെങ്കിൽ ഖോയ, ഈ രണ്ടു പേരും ഇതിന് പറയും, അതും കുറച്ച് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാവുന്നതാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇങ്ങനെ ഉണ്ടാക്കി നല്ല വരട്ടിയെടുക്കുന്ന ഈ ഒരു ഹൽവ തണുപ്പിച്ചോ അല്ലാതെയോ ഐസ്ക്രീമിന് കൂടെയൊക്കെ കഴിക്കാം. പലപ്പോഴും നമ്മൾക്ക് പല ഫംഗ്ഷൻസിന് പോകുമ്പോഴും ഇങ്ങനെ ഈ ഒരു ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും കിട്ടാറുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.